നക്ഷത്രഫലം മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെ. അശ്വതി. തൊഴിൽ രംഗത്ത് മികവ് പുലർത്തും. കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. സ്വന്തം പ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്യും. ഭക്ഷണത്തിൽ താൽപ്പര്യമേറും. ഭരണി. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വാസഗൃഹമാറ്റം ഉണ്ടാകാനിടയുണ്ട്. അനീതിക്കെതിരെ പ്രവർത്തിക്കും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം. വാഹനത്തിനു യോഗം. ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധ കുറയും. കാർത്തിക. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടം ഉണ്ടാകും. മുമ്പ് കടം വാങ്ങിയിരുന്ന പണം തിരികെ കിട്ടും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. രോഹിണി. ഗൃഹനിർമ്മാണത്തിൽ പുരോഗതി ഉണ്ടാവും. വാക്കുതർക്കങ്ങളിൽ പരാജയം നേരിടാൻ സാധ്യതയുണ്ട്. പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകൾ അനുഭവിക്കും. ധനസമ്പാദനത്തിനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടും. മകയിരം. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടും. ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും രോഗദുരിതങ്ങൾ ഉണ്ടാകും. പ്രവർത്തനങ്ങളിൽ അലസത വർദ്ധിക്കും. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. തിരുവാതിര. വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യം നിറവേറും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത. പുണർദം. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവിടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ഉണ്ടാകും. വിദേശത്തു നിന്ന് തിരികെ നാട്ടിലെത്താൻ സാധിക്കും. ജോലിയുടെ ഭാഗമായി നിരവധി യാത്രകൾ നടത്തേണ്ടി വരും. പൂയം. അവസരത്തിനൊത്ത് പ്രവർത്തിക്കുന്നതിലൂടെ ദുരന്തങ്ങൾ ഒഴിവാകും. കടം നൽകിയ പണം തിരികെ ലഭിക്കും. ബന്ധുസമാഗമം ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകും. പ്രണയബന്ധങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. സ്വന്തം ബിസിനസ്സിൽ അവിചാരിത നേട്ടമുണ്ടാകും. ആയില്യം. വ്യവഹാര വിജയം. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. സഹോദര സ്ഥാനീയരിൽ നിന്നും ഗുണാനുഭവം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും. മകം. ഔദ്യോഗിക രംഗത്ത് അംഗീകാരം കിട്ടും. വിവാഹകാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും. കർമ്മരംഗം പുഷ്ടിപ്പെടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. പൂരം. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവിടും. വിദേശയാത്ര കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം സംജാതമാകും. സന്താന ഗുണം വർദ്ധിക്കും. ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. ഉത്രം. രോഗശമനം ഉണ്ടാകും. കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും സാമൂഹിക സേവനത്തിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രശസ്തി ലഭിക്കും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും. അത്തം. ഭൂമി ഇടപാടിൽ ലാഭം പ്രതീക്ഷിക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. ബിസിനസ്സിൽ നിന്ന് നേട്ടം ഉണ്ടാകും. മനസ്സുഖം വർദ്ധിക്കും. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. ചിത്തിര. ഗ്രഹം മോടി പിടിപ്പിക്കും. ദീർഘദൂര യാത്രകൾ നടത്തേണ്ടി വരും. ഇരുചക്ര വാഹനം വാങ്ങും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. സഹോദര ഗുണമുണ്ടാകും. പിതാവിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. ചോതി. സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ വിജയം നേടും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. പഴയകാല നിക്ഷേപങ്ങളിൽ നിന്ന് ധനലാഭമുണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ഇല്ലാതെയാകും. വിശാഖം. സ്വന്തം ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. രോഗശമനം ഉണ്ടാകും. ഗൃഹനിർമ്മാണം പുരോഗമിക്കും. വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അനിഴം. പ്രവർത്തന രംഗത്ത് ശോഭിക്കും. ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും
അഭിനന്ദനവും നേടും. തൃക്കേട്ട ആത്മീയ ഗുരുക്കന്മാരുടെ സാന്നിധ്യമുണ്ടാകും. സത്കർമ്മങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ശത്രുക്കൾക്ക് മേൽ വിജയം ലഭിക്കും. തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയുണ്ടാകും. ഉദ്യോഗക്കയറ്റം പ്രതീക്ഷിക്കാം. ധനപരമായി അനുകൂല സമയമാണ്. മൂലം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി കിട്ടും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. സഹോദരങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനം ഉണ്ടാകും. ഒന്നിലധികം തവണ യാത്രകൾ വേണ്ടിവരും. പൂരാടം പണമിടപാടുകളിൽ കൃത്യത പുലർത്തും. കടം നൽകിയ പണം തിരികെ ലഭിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവം ഉണ്ടാകും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. വിദേശത്തുനിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. ഉത്രാടം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി ലഭിക്കും. സാധിച്ചെടുക്കുവാൻ വിഷമമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കും. അകന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ അടുക്കും. ശത്രുക്കൾക്ക് മേൽ വിജയം നേടും. തിരുവോണം ബന്ധുക്കളിൽ നിന്നുള്ള അനുഭവ ഗുണം ഉണ്ടാകും. ഗൃഹോപകരണങ്ങൾ വാങ്ങും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ശമിക്കും. തീർത്ഥയാത്രകൾ നടത്തും. പുതിയ ഭൂമി വാങ്ങുവാൻ തീരുമാനമെടുക്കും. അവിട്ടം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. താൽക്കാലിക ജോലികൾ സ്ഥിരപ്പെടും. വ്യാപാര രംഗത്ത് വിജയം നേടും. ഔദ്യോഗിക രംഗത്ത് നേട്ടം കൈവരിക്കും. സ്ഥലം മാറ്റം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല ഉത്തരവുകൾ ലഭിക്കും. ആരോഗ്യനില തൃപ്തികരമാകും. ചതയം ശത്രുക്കളുടെ വിരോധം ശമിക്കും. ദൂരയാത്രകൾ കൊണ്ട് ഗുണം ലഭിക്കും. പ്രണയസാഫല്യമുണ്ടാകും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ആഡംബര വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവ സമ്മാനമായി ലഭിക്കും. പൊരുരുട്ടാതി സ്വദേശം വിട്ട് യാത്ര ചെയ്യേണ്ടി വരും. സ്വന്തം ബിസിനസ്സിൽ മികച്ച നേട്ടം ഉണ്ടാകും. അനാവശ്യ ഭീതികളിൽ നിന്ന് മോചനം ഉണ്ടാകും. വാഹനയാത്രകൾ കൂടുതലായി വേണ്ടിവരും. ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഉണ്ടാകും. ബന്ധുക്കൾ വഴി കാര്യസാധ്യം ഉണ്ടാകും. ഉത്രട്ടാതി കർമ്മരംഗം പുഷ്ടിപ്പെടും. പൊതുപ്രവർത്തന വിജയം നേടും. കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അന്തരീക്ഷം ശമിക്കും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം വിജയിക്കും. ചിട്ടി, ഭാഗ്യക്കുറി എന്നിവയിൽ നിന്ന് നേട്ടമുണ്ടാകും. പുണ്യസ്ഥല സന്ദർശനം നടത്തും. രേവതി രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. സ്വന്തം പ്രയത്നം കൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്യും. ഭക്ഷണത്തിൽ താൽപ്പര്യമേറും. കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. വാസഗൃഹ മാറ്റം ഉണ്ടാകാനിടയുണ്ട്. അനീതികൾക്കെതിരെ പ്രവർത്തിക്കും. ഒന്നിലധികം മാർഗങ്ങളിലൂടെ ധനാഗമം ഉണ്ടാകും.